ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷുമ്മ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ച് കേക്ക് ബനാന കൊണ്ട്, ഏത്തപ്പഴം കൊണ്ട് തയ്യാറാക്കുന്ന വിധമാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടിയാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ 3 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ചെറിയ പഴമായതുകൊണ്ടാണ് 3 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 ആവശ്യമുള്ളൂ. അതോടൊപ്പം ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് മൈദയും 2 മുട്ടയും അല്പം ഏലക്കാപ്പൊടിയും 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അല്പം നെയ്യുമാണ് നമുക്കിവിടെ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ നമുക്ക് ഈ പഴം അരിഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള എല്ലാം മുട്ടയും മൈദയും പഞ്ചസാരയും ഈ പൊടികളും അല്പം നെയ്യും എല്ലാം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി. എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നെയ്യില്ല എങ്കിൽ ഓയിലായാലും മതി, വെളിച്ചെണ്ണ പാടില്ല. അല്പം സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും ഓയിലോ ഒഴിച്ച് അരച്ചെടുത്താലും മതിയാകുന്നതാണ്. അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ദോശമാവിനേലും അല്പം കൂടി കട്ടിയുള്ള പാകത്തിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇനി നമുക്കിതുപോലത്തെ ഒരു ബേക്കിംഗ് ടിന്നെടുത്ത് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. മുഴുവൻ ഭാഗത്തും എത്താൻ പാകത്തിന് നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ തന്നെ കൊട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ഇഡലിപ്പാത്രത്തിൽ അല്പം വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ബാറ്റർ ഇതിലേക്ക് ഒരു തട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് വച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആവി കൊണ്ടുള്ള വെള്ളം, വിയർപ്പ് വെള്ളം ഈ ബാറ്ററിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു മൂടി കൊണ്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഇഡലിച്ചമ്പിൻ്റെ മൂടിയും കൂടി മൂടിയിട്ട് 1/2 മണിക്കൂർ നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. 1/2 മണിക്കൂറിന് ശേഷം ഇത് തുറന്ന് നോക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇത് വെന്തോ എന്ന് കുത്തി നോക്കാം. ഇതുപോലൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കിയപ്പോൾ ഇതിലൊരല്പം വേവ് കൂടി ബാക്കി കിടക്കുന്നുണ്ട്, കുറച്ചുകൂടി വേവാനുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കൂടി മൂടി ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ നല്ലതുപോലെ തന്നെ വിട്ടിട്ടുണ്ട്. ബട്ടർ പേപ്പറോ ഒന്നും തന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ വച്ചിട്ടില്ല എങ്കിൽ കൂടി ഇത് നല്ലതുപോലെ തന്നെ വിട്ട് വരും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. പഴം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നമുക്കൊന്ന് പീസായി മുറിച്ചെടുക്കാം.
അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഓക്കെ, താങ്ക് യു.